Your time starts now. നമസ്കാരം, ഞാൻ ദീന, ഗവൺമെന്റ് ശിവഗംഗ മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എക്ലാംസിയനെ കുറിച്ചാണ്. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിലും ആഗോളാരോഗ്യ മേഖലകളിലും വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചാ വിഷയമാണ് എക്ലാംസിയ എന്നതും അതുപോലെ പ്രീ എക്ലാംസിയ എന്നതും. പലപ്പോഴും അമ്മയുടെയും കുഞ്ഞിന്റെയും മരണത്തിനും രോഗാവസ്ഥയ്ക്കും ഇത് കാരണമാവുന്നുണ്ട്. 2000 കാലഘട്ടങ്ങളില് നാഷണൽ ഹൈ ബ്ലഡ് പ്രഷർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഗർഭകാലത്തെ സങ്കീർണമാക്കുന്ന ഹൈപ്പർ ടെൻസീവ് രോഗങ്ങളെ 5 വിഭാഗങ്ങളായി വർഗീകരിച്ചിരിക്കുന്നു. ഇതിൽ ഒന്നാമത്തത് ഗർഭകാല ഹൈപ്പർ ടെൻഷൻ, 2 പ്രീ എക്ലാംസിയ, 3 എക്ലാംസിയ, 4 ദീർഘകാല ഹൈപ്പർ ടെൻഷൻ, 5 പ്രീ എക്ലാംസിയ ചേർന്ന ദീർഘകാല ഹൈപ്പർ ടെൻഷൻ. എക്ലാംസിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രീ എക്ലാംസിയനെ കുറിച്ച് ഒരു ചെറിയ ധാരണ അനിവാര്യമാണ്. എന്താണ് പ്രീ എക്ലാംസിയ? പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഉയരുന്നത് കൊണ്ട് പ്രത്യേകതയുള്ള ഒരു അവസ്ഥയാണ്. രക്തസമ്മർദ്ദം എന്ന് പറയുമ്പം 2 അവസരങ്ങളിലായി 4 മുതൽ 6 മണിക്കൂർ വരെ ഇടവേളകളിൽ 140-90 മില്ലിമീറ്റർ മെർക്കുറി രക്തസമ്മർദ്ദത്തിനേക്കാൾ ഉയരുന്ന അവസ്ഥയാണ്. ഇത് കൂടാതെ മൂത്രത്തിൽ പ്രോട്ടീൻ കാണപ്പെടുക, എന്നുവെച്ചാൽ പ്രോട്ടീൻ യൂറിയ എന്ന അവസ്ഥയും കാണാം. ഇത് ഏകദേശം 24 മണിക്കൂർ മൂത്രസമാഹരണത്തിൽ 300 മില്ലിഗ്രാമോ അതിലധികമോ ആൽബുമിൻ അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും പ്രോട്ടീൻ മൂത്രത്തിൽ കാണപ്പെടുന്ന അവസ്ഥയാണ്. വീക്കം ഇതിനോടകം ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ഇത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല, കാരണം സാധാരണ ഗർഭാവസ്ഥകളിലും അതുപോലെ മറ്റു അസുഖങ്ങളുടെ കാരണം കൊണ്ടും വീക്കം ഉണ്ടാവാറുണ്ട്. എന്നാലും വീക്കം എന്ന ഈ ഒരു ഘടകത്തിനെ വിട്ടുമാറ്റേക്കാവുന്നതല്ല. ഇനി ഈ ഒരു അസുഖത്തിന്റെ സാധ്യതകളെ കുറിച്ചും അപകട സാധ്യതകളെ കുറിച്ചും ചർച്ച ചെയ്യാം. സാധ്യത എന്ന് പറയുമ്പോൾ ഏകദേശം 8% മുതൽ 10% വരെയാണ് ഇത് വരാനുള്ള സാധ്യത. അപകട സാധ്യതകൾ ഓരോന്നായി ചർച്ച ചെയ്യാം. ഒന്നാമത്തത് പാരിറ്റി. ആദ്യമായി ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ വംശവും വംശീയതയും എന്നത് ജനിതകപരമായ കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഗർഭകാലത്തെ സങ്കീർണതകൾ, ഒന്നിലധികം ഭ്രൂണങ്ങളുള്ള ഗർഭം, അമിതമായ അമ്നിയോട്ടിക് ദ്രാവകം, വെസിക്കുലർ മോൾ തുടങ്ങിയ സാഹചര്യങ്ങളിലും പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ എക്ലാംസിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ഗർഭകാലത്തെ മറ്റു രോഗങ്ങൾ എന്ന് വെച്ചാൽ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, വൃക്ക സംബന്ധമായ തകരാറുകൾ, ആന്റി ഫോസ്ഫോലിപ്പിഡ് സിൻഡ്രോം എന്നിവയും പ്രീ എക്ലാംസിയയിലേക്ക് നയിക്കാം. ഇതുകൂടാതെ പുതിയ പിതൃത്വം എന്ന് വെച്ചാൽ ഓരോ പുതിയ പങ്കാളിയിൽ നിന്നുമുള്ള ഗർഭധാരണവും ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അമ്മയുടെ പ്രായം എന്ന് വെച്ചാൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഗർഭിണികൾക്ക് പ്രീ എക്ലാംസിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മോണരോഗങ്ങളും ഈ ഒരു അസുഖത്തിലേക്ക് നയിക്കാമെന്ന ഒരു പഠനവും ഇതിനോടകമുണ്ട്. ഇത് കൂടാതെ മാനസിക സമ്മർദ്ദം, അമിതവണ്ണം, പാരിസ്ഥിതിക ഘടകങ്ങളും ഇതിലേക്ക് നയിക്കാം. ഇനി നമുക്ക് പ്രീ എക്ലാംസിയയിലേക്കും അതുപോലെ എക്ലാംസിയയുടെയും രോഗകാരണങ്ങൾ നോക്കാം. ഗർഭകാലത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിവിധ മാറ്റങ്ങളാണ് ഈ ഒരു അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് രക്തക്കുഴലുകളുടെ സങ്കോചം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രക്തക്കുഴലുകൾ സങ്കോചിക്കുകയും രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രക്തക്കുഴലുകളെ ദോഷകരമായി ബാധിക്കും. രണ്ടാമത്തത് സർപ്പിള ധമനികളുടെ പുനർനിർമ്മാണത്തിലെ അഭാവം. ചിത്രത്തിൽ കാണുന്നത് പോലെ അമ്മയുടെ പ്ലാസന്റയിലെ സൈറ്റോട്രോഫോബ്ലാസ്റ്റ് കോശങ്ങൾ ഇത്തരത്തിലുള്ള സ്പൈറൽ ധമനികളിലെ ആന്തരിക പാളികളെയും പേശി പാളികളെയും നശിപ്പിക്കുകയും ആ ഭാഗം കൈക്കലാക്കുകയും ചെയ്യും. ഇതിനോടൊക്കെ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള ഈ സർപ്പിള ധമനികൾ വീതി കൂടുകയും അമ്മയിലേക്കും ഇത്തരത്തിലുള്ള പ്ലാസന്റയിലേക്കും കുഞ്ഞിലേക്കുള്ള രക്തപ്രവാഹം പുരോഗമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ എക്ലാംസിയ ഇന്ന് ഈ ഒരു രോഗാവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു റീമോഡലിംഗ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നടക്കുന്നില്ല. ആയതിനാൽ തന്നെ രക്തക്കുഴലുകൾ ഇതുപോലെ വീതി കുറഞ്ഞതായി തുടരുകയും രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യും. ഇനി സാധാരണ ഗർഭാവസ്ഥയിൽ നടക്കുന്ന വേറൊരു കാര്യമാണ് ഗർഭാവസ്ഥയിൽ ഗർഭപാത്രത്തിലെ ചെറിയ പേശീധമനികൾ വലിയ കപ്പാസിറ്റിയുള്ളതും രക്തപ്രവാഹത്തിന് തടസ്സമില്ലാത്തതുമായ രക്തക്കുഴലുകളായി മാറുന്നത്. ഇത് ഏകദേശം ഗർഭകാലത്തിന്റെ ആദ്യ 3 മാസങ്ങളുടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ അവസാനത്തിൽ ആരംഭിച്ച് 18 മുതൽ 20 ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ പ്രീ എക്ലാംസിയ എന്ന അല്ലെങ്കിൽ എക്ലാംസിയ എന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സംഭവം നടക്കുന്നില്ല.
ആയതിനാൽ തന്നെ രക്തക്കുഴലുകൾ ഇടുങ്ങിയായി തുടരുകയും മറുപിള്ളയിലേക്കും കുഞ്ഞുങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. ചിത്രത്തിലുള്ളതുപോലെ ഇത്തരത്തിൽ രക്തക്കുഴലുകൾ സങ്കോചിക്കുകയും രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യാം. ഇത് കൂടാതെ ഈ ഒരു അസുഖത്തിലേക്കുള്ള വേറൊരു കാരണമാണ് ആന്റി ആൻജിയോടെനിക് ഘടകങ്ങളുടെ ഉൽപാദനം കൂടുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രോ ആൻജിയോജനിക് ആയിട്ടുള്ള ഘടകങ്ങളും ആന്റി ആൻജിയോജനിക് ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ഒരു അസുഖത്തിൽ ആന്റി ആൻജിയോജനിക് ഘടകങ്ങൾ വർദ്ധിക്കും. ഇത് രക്തക്കുഴലുകൾ തകരാറിന് കാരണമാകും. നാലാമത്തെ കാരണമാണ് സോഡിയത്തിന്റെ സാന്നിധ്യം. എന്ന് വെച്ചാൽ ഈ ഒരു അസുഖത്തിൽ നമ്മുടെ രക്തത്തിന്റെ അളവ് കുറയും. അപ്പോൾ വൃക്കകളിലേക്കുള്ള ശുദ്ധീകരണ നിരക്കും രക്തയോട്ടവും കുറയും. അപ്പോൾ ഇത് ശരീരത്തിൽ സോഡിയം കെട്ടിക്കിടക്കാനും അത് ധമനികളുടെ ഭിത്തികളിലേക്ക് മാറാനും രക്തസമ്മർദ്ദം ഉയർത്താനും കാരണമാവും. അഞ്ചാമത്തെ കാരണം ആൻജിയോടെൻസിൻ 2 എന്ന ഹോർമോൺ രക്തക്കുഴലുകളെ സങ്കോചിക്കുകയും ഇത് കലകളിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറക്കുന്നതിനും കോശങ്ങളുടെ നാശത്തിനും രക്തസ്രാവത്തിനും കാരണമാകും. ഇനി പ്രീ എക്ലാംസിയയുടെ ലക്ഷണങ്ങളും ശാരീരിക മാറ്റങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രീ എക്ലാംസിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് രക്തസമ്മർദ്ദം. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തു. ഇതുകൂടാതെ പ്രോട്ടീനൂറിയയും നീർവീക്കത്തിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഇതുകൂടാതെ ഇതിന്റെ മറ്റ് ലക്ഷണങ്ങളാണ് രക്തം കട്ടപിടിക്കുന്നതിലെ വ്യതിയാനങ്ങൾ. എന്ന് വെച്ചാൽ രക്തം കെട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അസ്വാഭാവികമായ മാറ്റങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇതുകൂടാതെ തലവേദന, അപസ്മാരം, കാഴ്ചയിലെ തകരാറുകൾ, വയറുവേദന, ശിശുവിന്റെ വളർച്ചാക്കുറവ് എന്നതും ലക്ഷണങ്ങളാണ്. ഇനി പ്രീ എക്ലാംസിയയിലെ പാത്തോളജിക്കൽ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ കരളിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു? കരളിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ഈ ലോബ്യൂളുകളുടെ അരികിലുള്ള രക്തക്കുഴലുകളിൽ ഫൈബ്രിൻ ത്രോംബെ കാണപ്പെടുന്നത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ നീല ആരോ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ലോബ്യൂളുടെ അരികിലുള്ള രക്തക്കുഴലുകൾ ഫൈബ്രിൻ ത്രോംബയുടെ ഫോർമേഷനെ സൂചിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് ആ ഭാഗങ്ങളിൽ രക്തസ്രാവവും കോശനാശവും സംഭവിക്കുന്നു. ഇതിനെ പെരിപോർട്ടൽ ഹെമറേജിക് നെക്രോസിസ് എന്ന് വിളിക്കുന്നു. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇനി ഇത് വൃക്കകളെ എങ്ങനെ ബാധിക്കും? വൃക്കകളെ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്ലോമറുലർ എൻഡോതീലിയോസിസ് എന്ന അസുഖത്തിലേക്ക് നയിച്ചിട്ടാണ്. എന്താണ് ഗ്ലോമറുലർ എൻഡോതീലിയോസിസ്? എൻഡോതീലിയൽ കോശങ്ങൾ എന്ന് വെച്ചാൽ ഗ്ലോമറുലസിനെ ചുറ്റുമിരിക്കുന്ന എൻഡോതീലിയൽ കോശങ്ങൾ വീർക്കുകയും രക്തക്കുഴലുകളിലൂടെയുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതിനാണ് ഗ്ലോമറുലർ എൻഡോതീലിയോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് അമിതമായാൽ പ്രോട്ടീനൂറിയ, അതുപോലെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ നിരക്ക് കുറയുക, ഇനി കഠിനമായ കേസുകളിൽ വൃക്ക തകരാറിലാവാനും സാധ്യതയുണ്ട്. ഇനി പ്ലാസന്റയിനെയും ഇത് ബാധിക്കും. പ്ലാസന്റ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങി പ്ലാസന്റയിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഇത് ഓക്സിജൻ ലഭ്യത കുറയുന്നതിന് കാരണമാവും. പ്ലാസന്റയിലെ ഇൻഫാക്റ്റുകൾ അതുപോലെ സിൻസിറ്റിയൽ നോട്ട്സും ഇത് സാധാരണമാണ്. ഇനി മസ്തിഷ്കത്തിനെ എങ്ങനെ ബാധിക്കും? കഠിനമായ രക്തസമ്മർദ്ദം കാരണം രക്തധമനികൾ പൊട്ടി മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ സെറിബ്രൽ എഡീമ, ഹൈപ്പീമിയ, ത്രോംബോസിസ് എന്നിവയും മസ്തിഷ്കത്തിൽ കാണാം. ഇനി രോഗത്തിന്റെ തീവ്രത നിശ്ചയിക്കാനും ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കാനും ഏറ്റവും നല്ല പരിശോധനകൾ അത്യാവശ്യമാണ്. ഒന്നാമത്തേത് മൂത്രപരിശോധന നടത്താം. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 24 മണിക്കൂർ മൂത്രസമാഹാരത്തിൽ നമ്മൾ ഇത് 300 മില്ലിഗ്രാമോ അതിലധികമോ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എക്ലാംസിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ രക്തപരിശോധനകൾ നടത്താം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇതിൽ ഹീമോഗ്ലോബിൻ, PCV, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നിവ പരിശോധിക്കാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഏകദേശം 1,00,000 താഴെയാകുന്നത് രോഗം ഗുരുതരമാണ് എന്നതിന്റെ ലക്ഷണമാണ്. ഇത് കൂടാതെ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എന്നിവയുടെ അളവും പരിശോധിക്കണം. കൂടാതെ കരൾ പ്രവർത്തന പരിശോധന, ഇതിൽ ഹെൽപ്പ് സിൻഡ്രോം ഉണ്ടോ എന്നും അതുപോലെ ബിലിറുബിൻ, AST, ALT, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്നിവയുടെ വർധനവും പരിശോധിക്കും. ഇത് കൂടാതെ കൊയാഗുലേഷൻ പ്രൊഫൈൽ വെച്ചിട്ട് കട്ട പിടിക്കുന്നതിലെ വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കണ്ണിലെ റെറ്റിനയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പരിശോധിക്കാൻ ഓപ്റ്റിക് ഫണ്ട് പരിശോധനയും നടത്താം. ഇനി എക്ലാംസിയ എന്നത്
പ്രീ എക്ലാംസിയയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ബോധക്ഷയവും അപസ്മാരവുമാണ്. ഈ ഒരു എക്ലാംസിയയിൽ ബോധക്ഷയവും അപസ്മാരവും നമുക്ക് കാണാം. ഈ അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് ഇതിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് പ്രീ മോണിറ്ററി സ്റ്റേജ്. ഇതിൽ മുഖത്തെ പേശികൾ തുടിക്കുകയും വായ വലിഞ്ഞു പോവുകയും ചെയ്യും. രണ്ടാമത്തേത് ടോണിക് സ്റ്റേജ്. ശരീരം മൊത്തത്തിൽ വിറക്കുകയും മുറുകയും ചെയ്യും. മൂന്നാമത്തേത് ക്ലോണിക് സ്റ്റേജ്. ഇതിൽ പേശികൾ മാറി മാറി ചുരുങ്ങുകയും അയയുകയും ചെയ്യും. വായയും കൺപോളകളും വേഗത്തിൽ തുറക്കുകയും അടയുകയും ചെയ്യും. നാലാമത്തേത് കോമ. ഇത് രോഗി നിശബ്ദനായി കിടക്കുകയും ശ്വാസോച്ഛ്വാസം വലിയ ശബ്ദത്തോടെ ആയിരിക്കുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ കൃത്യമായ ശ്രദ്ധ നൽകണം. ഇനി ഇതിനെങ്ങനെ ഈ രോഗനിർണയ സ്ഥിരീകരണം, ഇത് എക്ലാംസിയ തന്നെയാണോ എന്നെങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാം? നമുക്കറിയാം, അപസ്മാരം എന്നത് എക്ലാംസിയ മൂലമാകാം. പക്ഷേ മസ്തിഷ്ക മുഴകൾ, അതുപോലെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളും ഈ ഒരു എക്ലാംസിയയിൽ അപസ്മാരം ഉണ്ടാക്കാം. ആയതിനാൽ തന്നെ എക്ലാംസിയ തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇത് ഏകദേശം 5 വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. ഒന്നാമത്തേത് പൊതുവായ പരിചരണം അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ്. ഇവിടെ ശ്വാസതടസ്സം ഒഴിവാക്കാൻ തൊണ്ടയിലെ കഫവും മറ്റും നമ്മൾ നീക്കം ചെയ്യണം. പക്ഷേ അമിതമായി സക്ഷൻ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇത് ഹൃദയമിടിപ്പ് കുറയാൻ കാരണമായേക്കാം. ഇതുകൂടാതെ രോഗിയുടെ ജീവൻ രക്ഷാ ലക്ഷണങ്ങൾ ആദ്യ അരമണിക്കൂർ ഇടവിട്ടും പിന്നീട് ഓരോ മണിക്കൂറിലും പരിശോധിക്കണം. മൂത്രത്തിന്റെ അളവ് നിരീക്ഷിക്കാൻ കത്തീറ്റർ ഉപയോഗിക്കണം. ഇതാണ് പൊതുവായ പരിചരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൂടാതെ നാവ് ഉള്ളിലേക്ക് വലിഞ്ഞ് ശ്വാസതടസ്സം ഉണ്ടാകാതിരിക്കാൻ എയർവേ ഉപയോഗിക്കണം. ഓക്സിജൻ സൗകര്യവും വെന്റിലേറ്റർ സഹായവും എപ്പോഴും തയ്യാറായിരിക്കണം. രണ്ടാമത്തത് എങ്ങനെ ഫിറ്റ്സിനെ നിയന്ത്രിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രിറ്റ്സർസ് റെജിമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ലോഡിംഗ് ഡോസ്, മെയിൻ്റനൻസ് ഡോസ് എന്ന് വർഗീകരിച്ചിട്ടുണ്ട്. എന്താണ് ലോഡിംഗ് ഡോസ് എന്ന് പറയുമ്പം 4 ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് 20% ലായനി സാവധാനം ഞരമ്പിലൂടെ നൽകുന്നു. തൊട്ടു പിന്നാലെ 10 ഗ്രാമും മാംസപേശികളിലായിട്ട് നൽകും. ഇനി മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുമ്പോൾ ഓരോ 4 മണിക്കൂർ ഇടവിട്ടും 5 ഗ്രാം വീതം മാംസപേശികളിൽ നൽകുന്നു. പ്രസവം കഴിഞ്ഞ് 24 മണിക്കൂർ വരെയോ അവസാനത്തെ ഫിറ്റ്സ് കഴിഞ്ഞ് 24 മണിക്കൂർ വരെയോ ഇത് തുടരും. ഇനി രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ലെബിറ്റലോൾ, നിഫിഡെപ്പിൻ, ഹൈഡ്രലസിൻ എന്നീ മരുന്നുകളും ഉപയോഗിക്കാം. ഇനി പ്രസവ സംബന്ധമായ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? അമ്മയുടെ നില തൃപ്തികരമായാൽ ഉടൻ പ്രസവം നടത്തുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കണം. ഏറ്റവും നല്ലത് സാധ്യമെങ്കിൽ സ്വാഭാവിക പ്രസവമാണ്, എന്നുവെച്ചാൽ വജൈനൽ ഡെലിവറി തന്നെയാണ്. ഇതുകൂടാതെ ഇതിനോടകം വരുന്ന സങ്കീർണതകൾ നേരത്തെ കണ്ടെത്തലും അതിന്റെ ചികിത്സയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ ആസ്പിറേഷൻ ന്യൂമോണൈറ്റിസ്, പൾമണറി എഡീമ, വൃക്ക തകരാർ, സെറിബ്രൽ ഹെമറേജ് എന്നീ സങ്കീർണതകളെ ആദ്യം തന്നെ തിരിച്ചറിയലും അതിനോടകമുള്ള ചികിത്സ നൽകലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി പ്രസവശേഷമുള്ള പരിചരണവും പ്രധാനമർഹിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പ്രസവശേഷം ആദ്യത്തെ 24 മണിക്കൂർ നേരത്തെ പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് രക്തസമ്മർദ്ദവും ശരീരത്തിലെ ദ്രാവകങ്ങളുടെ അളവും കൃത്യമായി നിരീക്ഷിക്കണം. പ്രസവം കഴിഞ്ഞ് 24 മണിക്കൂർ വരെ മെഗ്നീഷ്യം സൾഫേറ്റ് ചികിത്സ തുടരേണ്ടതാണ്. നന്ദി.